നമസ്കാരം. ഇത് അമ്മാസിൻ്റെ കുങ്കുമമാണ്. ഒരുപാട് പേര് നമ്മളുടെ കുങ്കുമം ഓർഡർ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. വിവാഹത്തിന് മാത്രമല്ലാതെയും നമുക്ക് പലതരത്തിലും നമ്മുടെ കുങ്കുമത്തിന് ഉപയോഗിക്കാം. അമ്മാസിൻ്റെ കുങ്കുമം എങ്ങനെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്ന് പറയുന്നത്. ഒരല്പം കുങ്കുമം എടുക്കുക. നമുക്ക് എത്ര വേണോ അത്രയും കുങ്കുമം. അതുപോലെ പനിനീരെടുക്കുക. പനിനീര് അല്ലെങ്കിൽ നമ്മൾ റോസ് വാട്ടർ എടുത്തിട്ട് നമ്മൾ കുങ്കുമത്തിൽ ചാലിക്കുക. ഇത് ചാലിച്ചത് നെറ്റിയുടെ മധ്യത്തിലെന്ന് പറയുമ്പോൾ ഭ്രൂമധ്യത്തിലായിട്ട് നമ്മൾ തൊടുന്നത് വളരെ നല്ലതാണ്. തേർഡായി നമുക്ക് ശരിക്കും നടുക്കാണ് അല്ലേ. നമ്മൾ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, യോഗയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ജോലൈൻ ഒന്ന് മേൽപോട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഫീൽ ദാറ്റ് ഇവിടെ ഒരു എനർജി, ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കുങ്കുമം തൊടുന്നത് നല്ലത്. പനിനീരിൽ ചാലിച്ചിട്ടാണ് ഞാനിപ്പോൾ തൊട്ടിരിക്കുന്നത്. സാധാരണ വെള്ളത്തിലോ നമ്മൾ കൊടുക്കുന്ന അലോവേര ജെല്ലിലും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ പനിനീരിൽ തൊടുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ളൊരു കാരണം അത് pH എല്ലാം കറക്റ്റ് ബാലൻസ്ഡ് ആയിരിക്കും. റോസ് വാട്ടർ എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിടുന്നത് വളരെ നല്ലതാണെന്നാണ് ഒരു വിശ്വാസം. അടുത്തത് നമുക്ക് ചന്ദനത്തിൽ നമുക്ക് എത്രയാണോ ചന്ദനം വേണ്ടത് അതിൻ്റെ കൂടെയും നമുക്ക് നമ്മളുടെ കുങ്കുമം, ഒരല്പം കുങ്കുമം ചന്ദനത്തിൻ്റെ കൂടെ നമുക്ക് ചാലിച്ച് ഇതുപോലെ തൊടാം. ഇനി കളഭമോ ചന്ദനമോ എന്തെങ്കിലും നെറ്റിയിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരല്പം കുങ്കുമം എടുത്ത് ഇതുപോലെ തൊട്ട് കൊടുക്കാം. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ നെറുകിൽ എപ്പോഴും സിന്ദൂരം തൊടാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും അധികം ആരും അങ്ങനെ ചെയ്യാറില്ല. എന്നാലും അത് തൊടുന്നതും കാണുന്നതും ഒരു ഐശ്വര്യമാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് പല വിധത്തിൽ നമ്മളുടെ കുങ്കുമം ഉപയോഗിക്കാം. ഇത് തൊടുമ്പോൾ പനിനീരിൻ്റെയൊക്കെ ഒരു മണം, ചന്ദനത്തിൻ്റെ, കളഭത്തിൻ്റെ, ഭസ്മത്തിൻ്റെ ഒക്കെ ഒരു മണത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ നല്ലതാണ്. നമ്മുടെ മൂക്കിലേക്ക് അത് കിട്ടുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്മാസിൻ്റെ കുങ്കുമം ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം. നല്ലത് വരട്ടെ. ദേവിയുടെ അനുഗ്രഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഉണ്ടാവട്ടെ.